കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് വയനാട് DCC ട്രഷറായിരുന്ന NM വിജയന്റെ കുടുംബം ഇനി കോൺഗ്രസുമായി ഒത്തുതീർപ്പ് ചർച്ചയ്ക്കില്ലെന്ന് NM വിജയന്റെ മകനും മരുമക്കളും പറഞ്ഞു. പരസ്യ പ്രതികരണത്തിന് ഇല്ലെന്ന് ജോസ് നെല്ലിടത്തിന്റെ കുടുംബം പ്രതികരിച്ചു. വിഷയത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാനാണ് CPIM തീരുമാനം. NM വിജയന്റെ കുടുംബത്തിന് പണം നൽകാൻ കരാറില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും കരാർ ഉണ്ടെന്ന് T സിദ്ദിഖും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇരുവരും തമ്മിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തട്ടെ എന്നാണ് NM വിജയന്റെ കുടുംബം പറയുന്നത്. ഇനി കോൺഗ്രസുമായി ഒത്തുതീർപ്പ് ചർച്ചയ്ക്കില്ല. എനിക്ക് ഈ ഒരു പാർട്ടിയിൽ വിശ്വാസമല്ല. കാരണം ഇനി വിശ്വസിക്കാൻ പറ്റില്ല. അതിലൊരാളെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി ഒരു കോംപ്രമൈസ് ടോക്കും ഒന്നുമില്ല. എഗ്രിമെന്റിൽ പറഞ്ഞ കാര്യമാണ് വീടിന്റെ പട്ടയം എടുത്തു തരും, പിന്നെ ഈ 20 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു 5 ലക്ഷം രൂപയും കൂടെ ഇനി ക്യാഷ് ആയിട്ട് തരും എന്നുള്ളത്. അത്രേ തരാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് ഫോൺ എടുക്കാണ്ടായപ്പം ഞങ്ങൾ ഒരു ദിവസം വക്കീലിനടുത്ത് ചെന്നു. ചോദിച്ചപ്പോഴാണ് വക്കീൽ പറഞ്ഞത് കരാറ് MLA വന്ന് വാങ്ങിക്കൊണ്ടുപോയി. പരസ്യ പ്രതികരണത്തിനില്ലെന്നാണ് ആത്മഹത്യ ചെയ്ത മുള്ളൻകൊല്ലി വാർഡ് മെമ്പർ ജോസ് നെല്ലയിടത്തിന്റെ കുടുംബം വ്യക്തമാക്കുന്നത്. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലുണ്ടായിട്ടും വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന ആക്ഷേപം CPIM-ഉം BJP-യും ഉയർത്തുന്നുണ്ട്. ഈ കുടുംബത്തെ വീണ്ടും വീണ്ടും ആക്ഷേപിക്കുന്ന ഈ നിലപാട്, അതിനെ സംബന്ധിച്ച് എന്താണ് T സിദ്ദിഖിന് പറയാനുള്ളത്? കരാർ ഒപ്പിട്ട് അത് തിരിച്ചു വാങ്ങി അത് പൂഴ്ത്തി വെച്ചുകൊണ്ട് ആ നിലയിൽ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ T സിദ്ദിഖ് MLA-യുടെ ഓഫീസ് ആക്രമിച്ചു എന്ന പരാതിയിൽ DYFI പ്രവർത്തകർക്കെതിരെ കൽപ്പറ്റ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്നവർക്കെതിരെയാണ് കേസ്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.